ഹായ് ഫ്രണ്ട്സ്, പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് എൻ്റെ അവസ്ഥ. ചുമയായിട്ടുണ്ട്, മൂക്കടപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒച്ച നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ഇത്രയും നേരം കിടന്നുറങ്ങി എണീറ്റപ്പോൾ ഒരു ആശ്വാസം കിട്ടി. ആകെ കഴിച്ച നമ്മുടെ ലേഹ്യം ഉണ്ടല്ലോ, അത് കഴിച്ചു. അതിൻ്റെ ബലത്തിൽ നിൽക്കണത്തിന് പാരസെറ്റമോൾ അധികം കഴിക്കുന്നത് നല്ലതല്ലല്ലോ. ലേഹ്യം കഴിച്ചു, ഇങ്ങനെ നിൽക്കുന്നു. കുഴപ്പമില്ല, ബെറ്റർ ആയിട്ടുണ്ട്. ലേഹ്യം കഴിച്ചിട്ട് കിടന്ന് ഏറ്റവും ബെറ്റർ ആയിട്ട്. കാരണം ഉറങ്ങുന്നതിന് മുന്നേ എനിക്ക് തീരെ അവസ്ഥയായിരുന്നു. മൂക്കടപ്പും ചുമയും, അയ്യോ ഉറക്കം വയ്യ. ഇപ്പം ബെറ്റർ ആയിട്ടുണ്ട്. നാളത്തേക്ക് ഐ വിൽ ബി ബെറ്റർ, മോർ ബെറ്റർ. അല്ലെങ്കിൽ നാളെ ലീവ് കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തെ പ്രൊഫസർ ഒരു ജാതി മനുഷ്യനാണ്. അയാൾ ചോദിക്കണം എന്നിട്ട് അറ്റൻഡൻസ് എന്തെങ്കിലും പരിപാടിയൊക്കെ. എന്തായാലും എനിക്ക് പഠിക്കാനുള്ള ആരോഗ്യം ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ ഞാൻ പഠിക്കില്ല. പോയി കഴിഞ്ഞാൽ ആൾ ചോദിച്ചാൽ ഉത്തരവും കിട്ടില്ല, അറ്റൻഡൻസും തരില്ല. സോ ഇറ്റ്സ് ബേസിക്കലി പഠിക്കുക അല്ലെങ്കിൽ പോവാതിരിക്കുക. ഇത് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പഠിക്കാൻ പറ്റിയാൽ പഠിക്കും, അല്ലെങ്കിൽ നാളെ ക്ലാസ്സിൽ പോകില്ല. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മുട്ട പുഴുങ്ങിയതും അച്ചാറും. വേറെ ഒന്നും ഉണ്ടാക്കാനുള്ള ആരോഗ്യമില്ല. നാട്ടിൽ നിന്നുള്ള അച്ചാറിൽ അവസാനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ബീഫ് അച്ചാറാണ് ഈ കാണുന്നത്. മുട്ട പുഴുങ്ങിയത് 2 ഉണ്ടായിരുന്നു, നേരത്തെ കഴിച്ചു. അത്രയൊക്കെ ഉള്ളൂ. ഇനി നാളെ നമുക്ക് നോക്കാം എന്താവുന്നു. പാരസെറ്റമോൾ ഞാൻ ഈ ട്രിപ്പിൽ കഴിക്കുന്നില്ല. കാരണം ഇന്നലെ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ നമ്മൾ പാരസെറ്റമോൾ കഴിച്ചുകൊണ്ട് ഈ ഒരു സീസണിൽ, അതായത് ഇപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കലാപരിപാടിയിൽ നമ്മൾ പാരസെറ്റമോൾ പരമാവധി കഴിക്കാതിരിക്കാൻ നോക്കും എന്നാണ് തോന്നുന്നത്. അറിയാൻ പാടില്ല, മനുഷ്യൻ്റെ കാര്യമല്ല. അപ്പോൾ ശുഭരാത്രി, ഗുഡ് നൈറ്റ്. അങ്ങനെ ഒരു ഉറക്കം പാസ്സാക്കി കാലത്തായിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചത് ക്ലാസ്സിൽ പോകും എന്നാണ്. പക്ഷേ കാലത്ത് എൻ്റെ എനിക്ക് പറ്റണില്ല. മൂക്കൊക്കെ ആകെ അടഞ്ഞ് കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പിരിക്കണം. 1.5 മണിക്കൂറിന് വേണ്ടിയിട്ട് വെറുതെ പോയി ചാവാനടിക്ക് പോയിക്കുക. പിന്നെ ഞാൻ അത്രയും കോൺഫിഡൻ്റ് അല്ലായിരുന്നു. നമ്മൾ കോൺഫിഡൻ്റ് അല്ലെങ്കിൽ ചെയ്യരുതെന്നാണല്ലോ. ട്രൈ ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ ഇന്ന് ട്രൈ ചെയ്യുന്നത് അത്രയും വെറുത്തല്ല. അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യാനും പോയില്ല. ഉറക്കം ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തു. ഇപ്പം എണീറ്റു. ബട്ട് എന്താ പറയുക, എപ്പോഴും സിക്കാണ്. പക്ഷേ കാലത്തേക്കാളും ബെറ്ററാണ്. ഒരു ലോഡ് ചീറ്റി ഒരു പരുവത്തിലായി. മൂക്കൊക്കെ ഇനി എപ്പോൾ ചോര വരുന്നത് മാത്രം അറിഞ്ഞാൽ മതി. എന്തായാലും ആവട്ടെ, കുറേ കപ്പം ഇങ്ങോട്ട് പോകുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ എൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഒരു ചിക്കൻ കറി പാസ്സാക്കലാണ്. സവോള വെട്ടി വെച്ചിട്ടുണ്ട്. അന്ന് കഴിഞ്ഞ 3-2 ദിവസം മുന്നേ മേടിച്ച ചിക്കനെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതുണ്ടാക്കണം. അവസ്ഥ പരിതാപകരമാണ്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനത്തെ പരിപാടികളും നടക്കുമല്ലോ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അതും നടക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ കഴിച്ച ലേഹ്യം എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ ഞങ്ങളുടെ തന്നെ ലേഹ്യമാണ്. അപ്പോൾ ഏതാണ് സംഭവം എന്നൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. പിന്നെ കൂട്ടത്തിൽ എന്ത് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവി പിടിച്ചു. റിയലി എഫക്റ്റീവ്, റിയലി അമേസിങ്. ഇനി ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് ഞാൻ അങ്ങോട്ട് നീങ്ങട്ടെ. ഇത് കഴിഞ്ഞിട്ട് ചെയ്യണം. അവശതയായി ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരവസ്ഥ. ഒക്കെ പെട്ടെന്നായിരുന്നു. ഞാൻ ഒരു ഉറക്കം കൂടി പാസ്സാക്കി. അത് കഴിഞ്ഞിട്ട് പോയി കറി ഉണ്ടാക്കി, ചോറുണ്ടാക്കി, ചമ്മന്തി മാത്രം ഉണ്ടാക്കിയ പ്ലസ് ചിക്കൻ കറി ഉണ്ടാക്കി. ചമ്മന്തി ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരുന്നു. എന്തെങ്കിലും ആവട്ടെ, ചിക്കനും ഉണ്ട് ചമ്മന്തി ഉണ്ട്. ബോഡി വീക്കായി, അതുകൊണ്ട് ഇത്തിരി ചിക്കൻ കൂടി കൂട്ടി പിടിക്കാൻ വെച്ചു. നമ്മുടെ തനി നാടൻ ചിക്കൻ കറി ഉണ്ടാക്കിയേക്കണം. മല്ലിയിലൊക്കെ ഇട്ട്, തക്കാളി ഇട്ടിട്ടില്ല കേട്ടോ. നല്ല സൂപ്പർ ചിക്കൻ കറി, മണം നല്ല സൂപ്പറാണ്. കഴിച്ചു നോക്കിയിട്ടില്ല. താൽക്കാലികമായിട്ടൊരു പീസ് എടുക്കുന്നു. പടപ്പത്തിൽ നിർത്തുന്നത് നല്ല ചൂടുണ്ട്. ഒക്കെ കറി കൃത്യം. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, സൂപ്പറാ. ഇത്തിരി നമ്മുടെ ചമ്മന്തി വെക്കുന്നു, ഇത്തിരി ചിക്കൻ ഇച്ചിരി വെക്കുന്നു, ചോറും കൂടി കൂട്ടിയെടുത്ത് അങ്ങോട്ട് കഴിക്കാം. അത്യുജ്വലം. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി എൻ്റെ പരിപാടി എന്ന് പറയുന്നത് സാധനങ്ങൾ മേടിക്കാൻ പോകണം. കാരണം ഇനി അടുത്ത 3 ദിവസം കടകൾ തുറക്കില്ല. 2-3 ദിവസം കട തുറക്കില്ല. എന്തെങ്കിലും ഈ ചിക്കൻ കൂടി കഴിഞ്ഞാൽ ഇനി ആകപ്പാടുള്ള സവാള, അന്ന് നമ്മൾ മേടിച്ച സവാള മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ എന്തെങ്കിലും മേടിക്കണം. പിന്നെ വയ്യാത്തതുകൊണ്ട് ഞാൻ ഒരു കട്ടനും കൂടി പിടിച്ചിട്ടുണ്ട്. എത്രേ ഉള്ളൂ. ഇനി ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും കയറി കിടക്കും. മരുന്ന് കഴിച്ചു തുടങ്ങിയിട്ടില്ല. ലേഹ്യം തന്നെയാണ് ഇപ്പോഴും കഴിക്കണേ. ഇന്ന് വൈകുന്നേരത്തേക്കും കൂടി മാറ്റങ്ങളില്ല എന്നാണെങ്കിൽ നമ്മൾ മരുന്ന് കഴിക്കും. പക്ഷേ എനിക്ക് കണ്ടെടുത്തോളം നെഞ്ചിലൊരു ഭാരം ഉണ്ടാവില്ല. അതങ്ങോട്ട് മൊത്തം ഇറങ്ങിപ്പോയി. അപ്പോൾ ഈ ലേഹ്യത്തിൻ്റെ അകം എന്തിൻ്റെങ്കിലും ആവട്ടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഒരാശ്വാസം. ഇനി വരുന്നത് പോലെ ഞാൻ തീർക്കട്ടെ. വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. ഇപ്പോൾ സമയം ഏതാണ്ട് ഉച്ചയ്ക്ക് ആയിട്ടുണ്ട്. കുടുങ്ങി നല്ല വെടിപ്പായിട്ട് ഞാൻ കുടുങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലത്തെ ആരോഗ്യനില വെച്ചിട്ട് ഞാൻ അവൈലബിലിറ്റി കൊടുത്തു, വ്യാഴവും വെള്ളിയും കൂടി. പക്ഷെ ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ വയ്യാണ്ടാവുന്നത്. സ്പോണ്ടേനിയസ് ആയതുകൊണ്ട് തന്നെ പെട്ടു. ഇപ്പോൾ ഉറക്കി എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ മെയിലുകളുടെ ചാകര വന്ന് നടക്കുന്നു. അവരെ എന്നെ നാളെ പിടിച്ച് ജോലിക്കെട്ടാക്കുക. നാളെയും മറ്റന്നേയും അതിൻ്റെ പിറ്റേന്നും 4 ദിവസം.
എൻ്റെ അവസ്ഥ കണ്ടു തന്നെ അറിയണം എന്താകുന്നു. ഇതിൽ വലിയ മാറ്റമൊന്നും ഞാൻ കാണാനുള്ള. ഇനിയിപ്പോൾ എന്തായാലും വേറെ ഓപ്ഷനൊന്നുമില്ല. നമുക്ക് പാരസെറ്റമോളും അതേപോലെ മരുന്നും കഴിച്ചേ പറ്റൂ, ചുമയുടെ മരുന്നും കഴിച്ചേ പറ്റൂ. ഫാസ്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ അത് ചെയ്തേ പറ്റും. ഞാൻ ജോലി ഉണ്ടാവില്ല എന്ന് വെച്ചുകൊണ്ടിരുന്നിരുന്നത്, പക്ഷേ ഞാൻ തന്നെ മറന്നുപോയി ഞാൻ അവൈലബിലിറ്റി കൊടുത്ത കാര്യം. ആകെ മൊത്തത്തിൽ തേഞ്ഞ് പെടുകയും ചെയ്തു, ലൂസാവാൻ പറ്റാത്ത അവസ്ഥ. എന്തുകൊണ്ട് ഞാൻ മുടങ്ങി എന്ത് പ്രശ്നമായാലും പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് ഞാൻ അവിടെ ലീവ് എടുത്തിട്ടില്ല. എനിക്കെന്തോ ലീവ് എടുക്കാൻ എൻ്റെ മനസ്സ് സമ്മതിക്കില്ല. ഞാൻ അവൈലബിലിറ്റി കൊടുത്താൽ എത്ര മോശം സിറ്റുവേഷൻ ആയാലും ഞാൻ എങ്ങനെയും എത്താറുണ്ട്. നാളെ നമ്മൾ എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്കിന്ന് ഫുൾ റെസ്റ്റ് എടുക്കാം. എന്നിട്ട് നാളെ നമുക്ക് അവസാന ശ്വാസം വരെ പണിയെടുക്കാം. അതിൻ്റെ പിറ്റേന്നും പണിയെടുക്കണം, അതിൻ്റെ പിറ്റേന്നും. അപ്പോൾ തീരുമാനമായിട്ടുണ്ട്. അതിലും വലിയ പണിയാണ് ഇനി ഫുട്ബോൾ കളിക്കും കൂടി പോകണം. അയ്യോ ശിവനെ, എന്താകുമോ കണ്ടറിയാം. ഓടി നിൽക്കുമെന്ന് പറഞ്ഞിട്ടാ പോയെ കളിക്കാൻ. നമ്മളൊക്കെ കൂടി ചേർന്ന് ഒപ്പിച്ച പരിപാടി ആയതുകൊണ്ട് പോയില്ലെങ്കിൽ ഇവന്മാരൊക്കെ കൂടി എന്നെ തലക്കടിച്ച് മൂടിക്കും. എന്തെങ്കിലും ആവട്ടെ, പോയി കളിച്ചു, അവശതിയായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു പരിവായി, എന്ത് ചെയ്യാൻ പറ്റും? വിധി നമ്മളായിട്ട് തലവെച്ച് കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ പോയില്ലെങ്കിൽ ശരിയാവില്ല. ഓഫ്, ഞാൻ എന്നെ കളിക്ക് കൂട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുണ്ടൊക്കെ എടുത്തിട്ടാണ് പോയതേ. കണ്ടില്ല, മുണ്ടും ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ടാ പോയെ. അവർ ചെരുപ്പ് ഊരി കളിപ്പിച്ചു, ട്രൗസർ വേറൊരുത്തിന് ഊരിത്തന്ന് കളിപ്പിച്ച്. ഷോ, ആദ്യം മുണ്ടിട്ട് കളിച്ച്. അപ്പോൾ മുണ്ട് മടക്കി കുത്തി വീഴണ കണ്ടപ്പോൾ ഒരുത്തൻ ട്രൗസർ ഊരിത്തന്ന്. പറഞ്ഞിട്ട് എന്താ കാര്യം? കളിച്ചു. പക്ഷെ ഇപ്പോഴും 2 കാലുമ്പോൾ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഷോപ്പിങ്ങും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ കലാപരിപാടികൾ കഴിയുന്നതായിരിക്കും. നമുക്ക് നോക്കാം അതും കൂടി നടക്കുമെന്ന്. പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന സ്കീം എങ്ങനെയാണെന്നത്. ഈ കാണുന്ന സാധനത്തിലാണ് ടിക്കറ്റ് എടുക്കാറ്. മിക്ക ട്രാൻസ് സ്റ്റോപ്പിൽ അഥവാ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനത്തെയൊക്കെ കാണാറുണ്ട്. വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. എനിക്കിനി ബസ് വരണം. ഇവിടെ നിന്ന് എനിക്ക് 111 കയറാം, 121 കയറാം, 131 കയറാം, 151 കയറാം, ഡിയിൽ കയറാം. ഇത്രയും ബസ്സുകളിൽ കയറിയാൽ എൻ്റെ സ്ഥലത്തേക്ക് പോകും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി വീട്ടിൽ പോയിട്ട് ബാക്കി പരിപാടികൾ. അതിൻ്റെ കൂട്ടത്തിൽ വീഡിയോയും എഡിറ്റ് ചെയ്യണം. പറഞ്ഞ് നാക്കെടുത്തില്ല, ദേ വരുന്നു എൻ്റെ അതിമനോഹരമായ ബസ്. നിങ്ങൾ കാണുന്നുണ്ടോ അവിടെ നിന്ന് വരുന്നത് എൻ്റെ ബസ്? ആ നീട്ടത്തിൽ അങ്ങോട്ട് വരുന്ന ബസ്സാണ് എൻ്റെ. അവിടെ നിർത്തുമോ? നിർത്തിയില്ല, എന്നെ പറ്റിച്ച്. നിർത്താഞ്ഞേ എനിക്കറിയില്ല കേട്ടോ. നിർത്താഞ്ഞ എന്താണ് എന്തായാലും. അടുത്ത പരിപാടിക്ക് ഇറങ്ങി. ഇനി ഷോപ്പിംഗ്. നമ്മൾ ഇന്ന് പോകുന്നത് ഓഷ്യനിലേക്കാണ്. ആർഭാടമായിട്ട് കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഫോണിൽ ഇനി ആകെ 35% ചാർജുള്ളൂ. അതിൽ വീഡിയോ നടക്കണം. തിരിച്ച് ഹോസ്റ്റലിൽ വരുമ്പോൾ ചാർജ് നിൽക്കാൻ വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗാളിൽ നമ്മൾ വരുന്ന ട്രാമിലോ ബസ്സിലോ ചെക്കിംഗ് ഉണ്ടെങ്കിൽ എനിക്ക് ടിക്കറ്റ് കാണിക്കണമെങ്കിൽ ഫോണിൽ ചാർജ് വേണം. അപ്പോൾ ഇന്ന് ആവശ്യം മൊത്തം കാണിക്കില്ല, പക്ഷേ എന്തെങ്കിലുമൊക്കെ അവിടുത്തെ കാണിച്ചു തരാം. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അതേപോലെ എന്തുകൊണ്ട് എനിക്കിപ്പോൾ ഇത്ര ആരോഗ്യമെന്ന് വെച്ച് കഴിഞ്ഞ് ഈശ്വര സൈക്കിൾ തരാം. എന്തുകൊണ്ട് താങ്ക് യു. എന്തുകൊണ്ട് ഇത്ര ആരോഗ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ കണ്ട ഒരാളാണെങ്കിൽ, ഈ സ്റ്റാർട്ടിങ്ങിൽ ഇത്രയും നേരം കണ്ട ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാലത്തോട്ട് ഇത്രയും നേരം ഞാൻ കട്ടിലുമേയിരുന്നു. അതൊന്നും ചെയ്തിട്ടില്ല. കാലത്ത് എണീറ്റു, മരുന്ന് കഴിച്ചു, അതായത് ലേഹ്യം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കയറിയും കൂടി കിടന്നു. പിന്നെ ചോറ് റെഡിയാക്കി കഴിച്ചു, കിടന്നു. പിന്നെ വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. ക്ലാസ്സിൽ പോലും പോയില്ല. ബോഡി ഷട്ട് ഡൗൺ ആക്കിയിട്ട് അങ്ങോട്ട് ഇട്ടു. അതുകൊണ്ട് എനിക്കിപ്പോൾ നേരെ നിൽക്കാൻ പറ്റുന്നു. എനിക്കിത് വൈകുന്നേരം ഒന്നും കൂടി ഞാൻ ചാവും, കുഴപ്പമില്ല. ബോഡിക്ക് ആവശ്യത്തിന് റെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ എൻ്റെ കാര്യം ഓക്കെയാണ്. ചില സാഹചര്യങ്ങളിൽ ഇത് വർക്ക് ചെയ്യില്ല, പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് വർക്ക്സ്. കാരണം എനിക്ക് വയ്യാണ്ടായാൽ ഡിപ്പെൻഡ് ചെയ്യാൻ ഞാൻ തന്നെ ഉള്ളൂ. എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സിമ്പിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് എൻ്റെ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുക. കാരണം ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിന് ഏറ്റവും ലാക്ക് ചെയ്യുന്നത് റെസ്റ്റ് എന്ന് പറയുന്നൊരു സാധനമാണ്. അത് കിട്ടിയാൽ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. ഇറ്റ് ഡിപ്പെൻസ്. നമ്മൾ ഔഷനിലെത്തി. അതേപോലെ തന്നെ ഇന്ന് ഔഷനിൽ കിഡിലൻ ഓഫറുകളാണ്. അത് തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ബാസ്ക്കറ്റ് കാണുമ്പോൾ കാണാമല്ലോ, താഴെ മുകളിലൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ബണ്ണൊരു ഐറ്റം എടുത്തിട്ടുണ്ട്. അത് 3 പാക്കറ്റ് എടുത്തെങ്കിൽ ഇനി ജോലി ഉള്ളതുകൊണ്ട്. പിന്നെ തൈര്, കെച്ചപ്പ്, പിന്നെ ഇത് ഒരു ഡപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വില അഫോർഡബിളായിട്ട് തോന്നി. പിന്നെ നമ്മളറിയാമല്ലോ, വാരിക്കൂട്ടും സാധനങ്ങൾ കുറേ വാരിക്കൂട്ടി. ഇനി ഞാൻ തക്കാളി കോൺസെൻട്രേറ്റ് വിൻ്ററായിട്ട് എടുക്കുള്ളൂ. കാരണം ഇനിയിപ്പോൾ തക്കാളിയുടെ വില കുറയും. ഇനി പച്ചക്കറിയുടെ സെക്ഷൻ കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശുഭമാക്കാം. ബാക്കി എല്ലായിടത്തും കുറേ സാധനങ്ങൾ ഞാൻ വാരിയിട്ടു. കുഴപ്പമൊന്നുമില്ല. ആകെ മൊത്തത്തിൽ അഫോർഡബിളായിട്ടാണ് എനിക്ക് തോന്നിയത്. തക്കാളിക്കാണെങ്കിൽ 11, അത് കൂടുതലാണ് ഈ ടൈപ്പ് തക്കാളിക്ക്. സാധാരണക്കാരുടെ തക്കാളികൾ അകത്തുണ്ട്. അതിനെത്രയാ? 7.98. കൂടുതലാണ്. എന്ത് ദ്രോങ്കിയെന്ന് എടുത്തോളാം. ഇനി വേറെ സാമ്പാറിന് ഉരുളൻകിഴങ്ങ് നോക്കാം. ഈ മാങ്ങ നോക്കിയേ, ഏതാ മാങ്ങ എന്ന് എനിക്കറിയാൻ പാടില്ല. ഈ മാങ്ങയ്ക്ക് 17 സ്ലോട്ടി. ഒരു മാങ്ങയുടെ വിലയാണ് അത്.
അതേപോലെ തന്നെ ക്യാബേജ് കിലോയ്ക്ക് 5 സ്ലോട്ട് കൂടുതലാണല്ലോ, വില കൂടിയിട്ടാ. പിന്നെന്താ ഉള്ള കോളിഫ്ലവറിന് 7 സ്ലോട്ടി. പഴത്തിന് എത്രയാണ്? പഴത്തിന് 6.99. ഇങ്ങനെയൊക്കെയാണ് സാധനങ്ങളുടെ വില. കുഴപ്പമില്ല, പച്ചക്കറിക്കൊക്കെ വില കൂടുതലാണ്. ഈ സാധനങ്ങൾക്കൊക്കെ നല്ല വില കുറവായിരുന്നു. അതാണ് ഞാൻ മേടിച്ചത്. ഇനി പോയി ബില്ലടിക്കുക, തിരിച്ച് വീട്ടിൽ പോവുക. അപ്പം ശരി, ബൈ. കടയിലെ സാധനങ്ങൾ മേടിക്കാൻ വന്നിട്ട് ക്യൂ നോക്കിയേ. നാളിവിടെ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ, എല്ലാ കൗണ്ടറും ഫുൾ. ഇതിപ്പോൾ ഞാൻ ബില്ല് ചെയ്ത് വരുമ്പോഴേക്കും ഒരു 10-20 മിനിറ്റ് എടുക്കും. അങ്ങനെ അവസാനം വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 10 മണിയാവാറായിട്ടുണ്ട്. ഇനി ചോറുണ്ടാക്കണം, മേടിച്ചോണ്ട് സാധനങ്ങളൊക്കെ അൺപാക്ക് ചെയ്യണം, ഇനി കുളിക്കണം, കിടന്നുറങ്ങണം. കുളിച്ചപ്പോൾ തന്നെ കിടന്നുറങ്ങുന്നില്ല. കുളിച്ച് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കൂടി ഇരുന്നൊരു 12 മണിയാകുമ്പോഴേക്കും കിടന്നുറങ്ങണം. കാലത്ത് എനിക്കിനി ബാക്കി കാര്യങ്ങൾ. ബിസിയുടെ ഇത്ര ക്ഷീണം വയ്യൊക്കെ ഉണ്ടായിട്ട് ബിസിയുടെ എൻ്റെ അമ്മോ. എന്തായാലും അവിടെ. അപ്പം ശുഭരാത്രി. ശുഭരാത്രി മനസ്സിലായല്ലോ. അപ്പം ശരി, ബൈ.